നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണ്ട് കാലത്ത് ഐസേജിൽ ആ കൊടും തണുപ്പത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചിരുന്നതെന്ന്? ഇപ്പോഴത്തെ കാലാവസ്ഥയോ സ്ഥിതിയോ പോലെയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പം നമുക്ക് ഇത്തിരി ചൂടെടുക്കുകയാണെങ്കിൽ ഫാൻ ഇടാം, തണുക്കുകയാണെങ്കിൽ ഹീറ്റർ ഓണാക്കാം. പക്ഷേ ആ സമയത്ത് മനുഷ്യന്മാർക്കൊരു കമ്പിളിപ്പുതപ്പ് പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ഇതൊക്കെ നിസ്സാരമായി സർവൈവ് ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോഴേ അങ്ങ് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തു, എന്നിട്ട് ബാക്കി വീഡിയോ ഉണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം -8 to 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ചെടികളൊന്നും ഉണ്ടാവില്ല, മണ്ണൊക്കെ ആയതുകൊണ്ട്. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ മാംസാഹാരം കഴിക്കാൻ പറ്റും. അവിടെ മെയിനായിട്ടുള്ള അനിമൽ മാമത്ത്, അത് കണക്കത്തെ വലിയ വലിയ ജീവികളാണ്. അപ്പോൾ എല്ലാം കഴിക്കണമെങ്കിൽ അതിനെയൊക്കെ കൊന്നേ കഴിക്കാൻ പറ്റും. നമ്മൾ അഥവാ അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരുകയാണെങ്കിൽ നമ്മൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പിറമൊക്കെ ഫ്രോസ്റ്റ് ആയിപ്പോവും. പിന്നെ കഴിക്കണമെങ്കിൽ ആ സാധനത്തിൻ്റെ അടുത്തൊക്കെ അടികൂടി അതിനെ കൊന്ന് തിന്നണം, അതെന്തായാലും പറ്റൂല. പക്ഷേ അന്നത്തെ മനുഷ്യരും ഇപ്പോഴത്തെ മനുഷ്യരെ പോലെ അല്ലായിരുന്നു. അന്ന് ഐസേജ് സമയത്തുള്ള മാമത്തിനെ എടുക്കുകയാണെങ്കിലും കരടിനെ എടുക്കുകയാണെങ്കിലും അവർക്ക് നല്ല തിക്കായിട്ടുള്ള രോമം ഉണ്ടായിരുന്നു. മാത്രമല്ല അവരെ ശരീരത്ത് നല്ലതായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തിരി നാൾ പട്ടിണി കിടന്നാലും അതുപയോഗിച്ച് അവർക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഈ കരടി ഹൈബർനേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ പോകും. ആ സമയത്ത് അവരുടെ ഹാർട്ട് സ്ലോ ആവും, അവർക്ക് അങ്ങനെ ഒരുപാട് ആഹാരമൊന്നും വേണ്ട, അവരെപ്പോഴും റെസ്റ്റ് എടുക്കും. പക്ഷെ മനുഷ്യന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. മനുഷ്യ ഈ തണുപ്പത്ത് എവല്യൂട്ടായിട്ടുള്ള ഒരു ജീവിയേ ഇല്ല. സത്യം പറഞ്ഞാൽ ഐസേജ് തീർന്നപ്പോഴേക്ക് ഏകദേശം 1300 ആൾക്കാരെ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടാണ് അവർ ഡെയിലി ജീവിച്ചത്. ഭാഗ്യത്തിന് ആ സമയമായപ്പോഴേക്കും അവർക്ക് തീയൊക്കെ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയായിരുന്നു. അപ്പം തീ വെച്ചവർക്ക് വെട്ടം കിട്ടും, ആഹാരം ഉണ്ടാക്കാൻ പറ്റും, അവരുടെ വെപ്പൺസ് കൂർച്ച കൂട്ടാൻ പറ്റും. പിന്നെ ഐസേജ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും സൂര്യനൊന്നും ഇല്ല, അപ്പം ഇതിൻ്റെ വെട്ടം കിട്ടും. പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ മരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇവർ ഈ മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ ഫാറ്റ് എല്ലൊക്കെ വെച്ച് തീ ഉണ്ടാക്കും. ആ സമയത്ത് ഈ ആർക്കിയോളജിസ്റ്റുകൾ ഇവിടെ ഡിസ്കവർ ചെയ്ത്, അതായത് ഒരു നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൗ കണക്ക് ഉണ്ടാക്കി അത് ഏകദേശം 600 ഡിഗ്രി വരെ കത്തും. പിന്നെ അവർ ജീവികളെയൊക്കെ കൊന്ന് അതിൻ്റെ ഫാറ്റൊക്കെ അവർ പിറത്തെടുത്ത് തേക്കും. അപ്പോൾ അവരെ സ്കിന്ന് ഈ നല്ല തണുപ്പടിച്ചാൽ ഇങ്ങനെ ഫ്രോസ്റ്റ് ആകൂല, അതവർ ഈ തണുപ്പത്ത് ഇറങ്ങണമെന്ന് രക്ഷിച്ച്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ ജീവികളെയൊക്കെ കൊന്ന് അതിൻ്റെ തോലൊക്കെ എടുത്ത്, പിന്നെ മരത്തിൽ നിന്നൊക്കെ തോലെടുത്ത് ഒരു ബ്ലാങ്കറ്റ് കണക്ക് എങ്ങനെയെങ്കിലും ഒരു ഡ്രസ്സ് കണക്ക് ഉണ്ടാക്കി. പിന്നെ അടുത്ത ഡിസ്കവറി എന്ന് പറഞ്ഞാൽ അവർ നൂലുണ്ടാക്കി. അതായത് ഈ ബ്ലാങ്കറ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഹീറ്റ് വരും. അവരാ നീഡിലുണ്ടാക്കിയത് ഈ മൃഗങ്ങളുടെ ബോൺസ് അല്ലെങ്കിൽ മരത്തിന് ഒരു കണ്ണിട്ട് അതിലെ നൂലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ ലെതറല്ല, ഈ മരത്തിൻ്റെ പാളയുണ്ടല്ലോ, അത് അടിച്ച് എങ്ങനെയൊക്കെയാണ് ഒരു നൂലുണ്ടാക്കി. തീയാണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷേ ഈ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അവർക്ക് എവിടെ പോവുകയാണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. സത്യം പറഞ്ഞാൽ പണ്ടുള്ള മിക്ക മനുഷ്യരും സ്വന്തമായിട്ടാണ് ഈ കേവൊക്കെ ഉണ്ടാക്കിയത്. കാര്യം ഉക്രൈനിലും റഷ്യയിലും അങ്ങനെ കേവുകളൊന്നുമില്ല. സ്വന്തമായിട്ട് കേവ് ഉണ്ടാക്കാന്ന് ആലോചിച്ചാൽ അവിടെ അങ്ങനെ മരങ്ങളും ഇല്ല, ഈ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ മാമത്തിൻ്റെ ബോൺസ് ഉണ്ടായിരുന്നു. അപ്പം അവർ മാമത്തിൻ്റെ ബോൺസും ഈ ലെതറൊക്കെ ഉപയോഗിച്ച് അവർ സ്വന്തമായിട്ടായിരുന്നു അവരെ കേവ് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഈ അവിടെ ഉള്ള സ്നോ വെച്ച് തന്നെ അവർ വീട് ഉണ്ടാക്കി, ഇഗ്ലൂ എന്ന് പറയും. പക്ഷേ ഇഗ്ലൂ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യൂല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മാമത്തിൻ്റെ ബോൺ വെച്ച് ചെയ്യുന്നു. അതാകുമ്പോൾ ഒരു 5-6 കൊല്ലം നിൽക്കും. പിന്നെ ഇത്തിരി ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഒട്ടിക്കാനൊക്കെ ആയിട്ട് പൈൻ ട്രീയിൽ ഒരു പശ കണക്ക് വരും, അതൊക്കെ വെച്ച് അവരെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഒട്ടിക്കും. പിന്നെ ഐസേജിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആഹാരം കിട്ടില്ലായ്മയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ